ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്ന് ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ഡോക്ടറാണോ? അവർ ടീച്ചറാണോ? അവൾ പാട്ടുകാരിയല്ലേ? ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. ഇതൊക്കെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇത് വളരെ വളരെ ബേസിക്കാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിച്ചു വരുന്ന വിദ്യാർത്ഥികളായാലും അല്ലെങ്കിൽ അതുപോലെയുള്ള വീട്ടമ്മമാരായാലും ഒക്കെ ഈ ഒരു ലെവലിൽ വെച്ച് തുടങ്ങേണ്ട കുറച്ച് ആളുകളുണ്ട്. അല്ലാതെ ഒരു BA MA ഒക്കെ പഠിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതൊന്നും ആവശ്യമുണ്ടായിട്ട് വരത്തില്ല. അവരെ ഉദ്ദേശിച്ചല്ല, വളരെ താഴ്ന്ന ലെവലിൽ ഇംഗ്ലീഷിൻ്റെ ബേസിക് പോലും അറിയാത്ത ആൾക്കാരെ ഉദ്ദേശിച്ച് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അല്ലാത്തവർക്കുള്ള ക്ലാസ്സുകൾ പതിയെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് വളരെ ബേസിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നൗൺ, പ്രൊനൗൺ, പിന്നെ ഈസ്, ആം, ആർ ഇതിൻ്റെ യൂസേജാണ്. ഇപ്പം നൗൺ എന്താണ്, പ്രൊനൗൺ എന്താണ്, ഈസ്, ആം, ആർ ഇവയുടെ യൂസേജ് എന്താണ് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു സെൻറ്റൻസ് ഒക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നതിൻ്റെ ടെക്നിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് നമുക്കറിയാം, നമുക്ക് കൂട്ടലും പഠിച്ചാലേ ഗുണനം പഠിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ടെക്നിക്ക് മനസ്സിലാക്കി വെച്ചാൽ ഓരോ സെൻറ്റൻസും അതുപോലെ നമുക്ക് ഇംഗ്ലീഷിലോട്ടാക്കാൻ പറ്റും. അല്ലാതെ ഈ ബൈഹാർട്ട് ചെയ്തതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ല. ഞാനും ഇംഗ്ലീഷിൽ വളരെ ഫ്ലുവൻ്റ് ഒന്നുമല്ല. കുറച്ച് പേർ ആവശ്യപ്പെട്ടത് കൊണ്ട് എനിക്കറിയാവുന്ന നോളജ് ഞാൻ പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ഡോക്ടറാണോ? നിങ്ങൾക്ക് ഒരാളോട് ചോദിക്കണം. നിങ്ങൾ എങ്ങനെ ചോദിക്കും? അവർ ടീച്ചറാണോ? നിങ്ങൾക്ക് ഒരാളോട് ചോദിക്കണം. നിങ്ങൾ എങ്ങനെ ചോദിക്കും? അവൾ ടീച്ചർ അല്ല എന്ന് പറയണം. നിങ്ങൾ എങ്ങനെ പറയും? ഞങ്ങൾ വിദ്യാർത്ഥികളാണ് എന്ന് പറയണം. നിങ്ങൾ എങ്ങനെ പറയും? അപ്പോൾ ഇത് എങ്ങനെ ഈ ബേസിക് ഉപയോഗിച്ചിട്ട് പഠിക്കുമെന്ന് നമുക്ക് നോക്കാം. നമ്മളിനി സെൻറ്റൻസ് കൺസ്ട്രക്ഷന് വേണ്ടി പഠിക്കാൻ പോകുന്ന 3 കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് നൗണ്, രണ്ടാമത്തേത് പ്രൊനൗണ്, മൂന്നാമത്തേത് ഓക്സിലറി വെബായ ഈസ്, ആം, ആർ. ഇത് 3ഉം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തേത് നൗൺ. നൗൺ എന്ന് വെച്ചാൽ എന്താണ്? നൗൺ എന്ന് വെച്ചാൽ നാമം. നമ്മൾ നാമം എന്ന് പറയുന്നത് എന്താണ്? ഉദാഹരണത്തിന് നമുക്കൊക്കെ ഒരു പേരുണ്ടാവും, അത് നാമമാണ്. ഏതെങ്കിലും ഒരാളുടെ പേര്, രാധ, രാമോ, അർജുൻ, അതൊക്കെ നാമത്തിൽ വരും. ജീവികളുടെ പേര്, പക്ഷികളുടെ പേര്, എലിഫൻറ്റ്, ക്രോ, അതൊക്കെ നാമമാണ്. ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, അതൊക്കെ ഒരു നാമമാണ്. എന്തിനെങ്കിലും കുറിക്കുന്ന പേര്, വസ്തുക്കൾ, ഫാൻ, ബെഡ്, ടേബിൾ, ഇതിനൊക്കെ നമ്മൾ നാമം എന്ന് പറയും. അപ്പോൾ ആക്ച്വലി നൗൺ എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെയോ ഒരു ജീവിയുടെയോ ഒരാളുടെയോ നാമത്തിനെയാണ് നമ്മൾ എന്ത് പറയാം? നൗൺ എന്ന് പറയാം. അപ്പോൾ അത് ഓക്കെയാണല്ലോ? ഓക്കെയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം പ്രൊനൗൺ ആണ്. എന്താണ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ? നമ്മൾ മലയാളത്തിൽ സർവ്വനാമം എന്ന് പറയത്തില്ലേ? നമ്മൾ നാമത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ സർവ്വനാമം എന്ന് പറയാം. ഉദാഹരണത്തിന് ഞാൻ എന്ന് പറയല്ലേ, എൻ്റെ പേര് പറയുന്നതിന് പകരം ഞാൻ എന്ന് പറയും. നിങ്ങളുടെ പേര് പറയുന്നതിന് പകരം നീ എന്ന് പറയാം. പിന്നെ എന്താണ്? ഞങ്ങളെന്ന് പറയാം. ഞങ്ങളുടെ എല്ലാവരുടെയും പേര് പറയുന്നതിന് പകരം ഇപ്പോൾ അവിടെ ഒരു രാമു എന്ന് പറഞ്ഞൊരു കുട്ടി നിൽക്കുന്നു. രാമു എന്ന് പറയുന്നതിന് പകരം എനിക്ക് അവൻ എന്ന് പറയാം, ഹീ എന്ന് പറയാം. അതുപോലെ തന്നെ ഷീ എന്ന് പറയാം, അവൾ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ നാമത്തിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രൊനൗൺ എന്ന് ഇംഗ്ലീഷിൽ പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നോട്ട് എടുത്തിട്ട് ഈ നൗൺ എന്താണ്, പ്രൊനൗൺ എന്താണെന്ന് എഴുതി വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ കൂടുതൽ നോട്ട്സ് ഞാൻ വാട്സപ്പിൽ മെസ്സേജായിട്ട് ഇട്ടേക്കാം, PDF ആയിട്ടോ അങ്ങനെയോ ഇട്ടേക്കാം. അപ്പോൾ പ്രൊനൗൺ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മൾ നാമത്തിന് പകരം ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഈ പ്രൊനൗണിൻ്റെ കൂടെ ഓക്സിലറി വേർബ് വരുമ്പോഴുള്ള വ്യത്യാസവും അതിൻ്റെ അർത്ഥവുമാണ് ഇനി നമ്മളിതിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി പ്രൊനൗൺ ഏതൊക്കെയാണ്? ഐ അർത്ഥം ഞാൻ, യു അർത്ഥം നീ, ഹി അവൻ, ഷീ അവൾ, ഇറ്റ് ഇത്, വി ഞങ്ങൾ, ദേ അവർ. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. എന്നാലും അറിയാത്ത ആരൊക്കെയോ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ചെറിയ കുട്ടികളാണ്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നോട്ട് എടുത്തിട്ട് ഇത് എഴുതി പഠിക്കുക. ഇത് പഠിക്കാണ്ട് നിങ്ങൾ ഇംഗ്ലീഷിലൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. ഐ ഞാൻ, യു നീ, ഹി അവൻ, ഷീ അവൾ, ഇറ്റ് ഇത്, വി ഞങ്ങൾ, ദേ അവർ. ഇനി ഇതിൻ്റെ കൂടെ എങ്ങനെ നമ്മൾ ഓക്സിലറി വേർബ് യൂസ് ചെയ്യുന്നു? അപ്പോൾ അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതായത് ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് ഈസ്, ആം, ആർ, അതായത് ബിയുടെ 3 ഫോമാണ്. അപ്പോൾ ഈ നാമത്തിൻ്റെയും സർവനാമത്തിൻ്റെയും കൂടെ ഓക്സിലറി വേർബ് ഉപയോഗിക്കുന്നതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്.
ബി എന്നാണ് നമ്മൾ സാധാരണ ഒരു ബേസിക് ആയിട്ട് ആ വേർബിന് പറയാം. ബീനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈസ് ആം ആറിൻ്റെ ബേസിക് ഫോമാണ് ബി. അതായത് അതിൻ്റെ അർത്ഥം ആകുന്നു എന്നാണ്. ഐ ആം എ ടീച്ചർ, ഞാൻ ടീച്ചറാണ് അല്ലെങ്കിൽ ആകുന്നു. ഷീ ഈസ് എ ടീച്ചർ, അവൾ ടീച്ചർ ആകുന്നു അല്ലെങ്കിൽ ആണ്. അപ്പോൾ ഈസ് ആം ആറിൻ്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ ആണ് എന്നാണ്, അല്ലെങ്കിൽ ആകുന്നു എന്നാണ്. ഇതിന് മൂന്ന് ഒരേ അർത്ഥമാണ്. ഈസ്, ആം, ആർ. ഇത് മൂന്നും നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് ടെൻസിലും വർത്തമാനകാലത്തിലുമാണ്. പിന്നെ എന്താണ്? ഇതിന് മൂന്നിനും ഒരേ അർത്ഥമാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ മൂന്നെണ്ണം തന്നിരിക്കുന്നത്? ഈസ്, ആം, ആർ എന്നിങ്ങനെ മൂന്നെണ്ണം തന്നിരിക്കുന്നത് എന്നതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അതായത് ഇനി നമ്മൾ നേരത്തെ പ്രൊനൗൺ പഠിച്ചിട്ടുണ്ട്. ഐ, ഹി, ഷീ, വി, യു എന്നിങ്ങനെ നമ്മൾ പ്രൊനൗൺ പലത് പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ആണ്. ഏത് പ്രൊനൗണിൻ്റെ കൂടെ ഇതിൽ ഏത് ഓക്സിലറി വേർബ് വരും എന്നാണ് നമ്മളിനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഐ എന്ന പ്രൊനൗണിൻ്റെ കൂടെ ആം ആണ് എപ്പോഴും യൂസ് ചെയ്യുക. ഐ ആം എ ടീച്ചർ എന്നാണ് പറയുക. യുടെ കൂടെ ആർ, യു ആർ എ ടീച്ചർ എന്നാണ് പറയുക. ഷീയുടെ കൂടെ ഈസ്, ഷീ ഈസ് എ ടീച്ചർ എന്നാണ് പറയുക. ഹിയുടെ കൂടെ ഈസ്, ഹീ ഈസ് എ ടീച്ചർ എന്നാണ് പറയുക. ദേയുടെ കൂടെ ആറ്, ദേ ആർ ടീച്ചേഴ്സ് എന്നും വിയുടെ കൂടെ ആറ്, വി ആർ ടീച്ചേഴ്സ് എന്നും പറയും. അപ്പോൾ ഇതൊരു നോട്ട്ബുക്കിൽ എടുത്തിട്ട് ഏത് പ്രൊനൗണിൻ്റെ കൂടെ ഏത് ഓക്സിലറി വേർബ് വരും എന്നതൊന്ന് എഴുതി വെക്കണം. ഐ ആം, യു ആർ, ഷീസ്, ഹീസ്, ദേ ആർ, വി ആർ. ഓക്കെ. ഇനി സിംഗുലർ ഒരാളാണെങ്കിൽ രാധ ഈസ് എ ടീച്ചർ. പ്ലൂറൽ രണ്ടുപേരുണ്ടെങ്കിൽ, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ മൂന്നോ നാലോ എത്രയായാലും, രാധ ആൻഡ് രാമു ആർ ടീച്ചേഴ്സ്. അപ്പോൾ സിംഗുലറായ എല്ലാത്തിൻ്റെയും കൂടെ ഈസ്, പ്ലൂറൽ ആയതിൻ്റെ കൂടെ ആറ്. ഐയുടെ കൂടെ എപ്പോഴും ആം മാത്രമേ നമ്മൾ യൂസ് ചെയ്യൂ. ഐ ആംന്നേ പറയൂ, ബട്ട് യു ആർന്ന് മാത്രമേ പറയൂ. യു ഈസ്ന്നോ യു ആംന്നോ പറഞ്ഞാൽ തെറ്റാണ്. യു ആർന്നേ പറയൂ, ഷീ ഈസ്ന്നേ പറയുകയുള്ളൂ. ഇത് മാത്രമാണ് ഇതിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ള റൂൾ എന്ന് പറയുന്നത്. ഐ ആം, യു ആർ, ഷീ ഈസ്, ഹീ ഈസ്, ദേ ആർ, വി ആർ. അപ്പോൾ ഇങ്ങനെ പറയും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ യു ആം എന്ന് കണ്ടാലോ യു ഈസ് എന്ന് കണ്ടാലോ തെറ്റാണ്. ഇതിനാണ് നമ്മൾ ബേസിക് ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പോൾ ഐ എന്ന പ്രൊനൗണിൻ്റെ കൂടെ എപ്പോഴും ആം മാത്രമേ വരികയുള്ളൂ. യുടെ കൂടെ ആറ് മാത്രമേ വരികയുള്ളൂ. ഷീയുടെ കൂടെ ഈസ് മാത്രമേ വരികയുള്ളൂ. ഹിയുടെ കൂടെ ഈസ് മാത്രമേ വരികയുള്ളൂ. ദേയുടെ കൂടെ ആറ്, വിയുടെ കൂടെ ആറ്. സിംഗുലർ ആണെങ്കിൽ, സിംഗുലർ എന്ന് വെച്ചാൽ ഒരാൾ മാത്രം. ഇപ്പോൾ രാധ ഈസ് എന്ന് പറയും. പ്ലൂറൽ ആണെങ്കിൽ, ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? രാധ ആൻഡ് രാമു ആർ എന്ന് പറയും അല്ലേ. അപ്പോൾ ഇത്രയുമാണ് ബേസിക്കായിട്ട് നമ്മൾ ഇതിൽ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം. ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യും എന്നതാണ് നമ്മളിനി നോക്കുന്നത്. നോക്കൂ, ഐ ആം എ ടീച്ചർ, ഞാൻ ടീച്ചർ ആകുന്നു. നമ്മൾ പ്രൊനൗൺ ഐ ഉപയോഗിച്ചു. പിന്നെ ആം അല്ല, ഐയുടെ കൂടെ ആം ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ആം ഉപയോഗിച്ചു. പിന്നെ എ എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. എ ഒരു, അത് നമുക്ക് വേറെ തന്നെ ഒരു വീഡിയോയിൽ പഠിക്കാം. ഐ ആം എ ടീച്ചർ, ഹീ ഈസ് എ ടീച്ചർ, ഷീ ഈസ് എ ടീച്ചർ, വി ആർ ടീച്ചേഴ്സ്, ദേ ആർ ടീച്ചേഴ്സ്. ഇനി യു ആണെങ്കിൽ എന്ത് പറയും? യു ആർ എ ടീച്ചർ എന്ന് പറയും. അപ്പോൾ ഇതാണ് ഇംഗ്ലീഷിൻ്റെ ബേസിക് റൂൾ എന്ന് പറയുന്നത്. നമ്മൾ ഐയുടെ കൂടെ ഐ ആം എ ടീച്ചർ എന്ന് മാത്രം. അപ്പോൾ ഞാൻ ടീച്ചർ ആകുന്നു എന്ന് ഇംഗ്ലീഷിൽ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ഞാൻ എന്നതിൻ്റെ എന്താണ്? ഇംഗ്ലീഷ് ഐ ആണ് അല്ലേ. പിന്നെ നമുക്കറിയാം ഇംഗ്ലീഷിൻ്റെ ഒരു റൂള്, സബ്ജക്റ്റ് കഴിഞ്ഞാൽ എപ്പോഴും വേർബാണ് വരിക. നമ്മുടെ മലയാളത്തിൽ അങ്ങനെയല്ല. മലയാളത്തിൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും കഴിഞ്ഞിട്ടാണ് വേർബ് വരിക. ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ വേർബ് വരും. അപ്പോൾ ഐ ആകുന്നു എന്നതിൻ്റെ ഐയോട് കൂടി ചേർന്ന് നിൽക്കുന്ന വേർബ് ആം ആണ്. അപ്പോൾ ഐ ആം എ ടീച്ചർ. ഇനി എന്താണ്? ഹീ ഈസ് എ ടീച്ചർ, ഷീ ഈസ് എ ടീച്ചർ എന്ന് പറയും അല്ലേ. പിന്നെ പറയുന്നത് വി ആർ ടീച്ചേഴ്സ് എന്നാണ്. അത് വി എന്ന് വെച്ചാൽ ഞങ്ങളാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുതൽ പേരുണ്ട്. ഒന്ന് കൂടുതലുണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും ആറ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ വി ആർ ടീച്ചേഴ്സ് എന്ന് പറയും. അതുപോലെ അവർ, ദേ എന്ന് വെച്ചാൽ അവരാണ്. അത് ഒന്ന് കൂടുതൽ പേരുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയും നമ്മൾ ദേ ആർ ടീച്ചേഴ്സ് എന്ന് പറയും. അപ്പോൾ യു ആണെങ്കിലോ യുടെ കൂടെ നമ്മൾ എപ്പോഴും ആറ് മാത്രമേ ഉപയോഗിക്കൂ. അപ്പോൾ യു ആർ എ ടീച്ചർ എന്ന് പറയും. ഇതാണ് ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ് കൺസ്ട്രക്ഷന് വേണ്ട ബേസിക് റൂള്. ഇനി നമ്മൾ ആദ്യം തുടക്കത്തിൽ ചോദിച്ച അവൻ ടീച്ചറാണോ, നമ്മൾ ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവൾ ടീച്ചറാണോ, ഇതെങ്ങനെ ചോദിക്കും? അതിനൊറ്റൊരു കാര്യമേ ഉള്ളൂ. നമ്മൾ ഹീസ് എ ടീച്ചർ അല്ലെ ഷീസ് എ ടീച്ചർ എന്ന് പറയുന്ന ആ വേർബില്ലേ, ഓക്സിലറി വേർബ് ഈസ് ആം ആർ, അതെടുത്ത് പുറത്തിടുക. എന്നിട്ട് ബാക്കി സെൻറ്റൻസ് അതുപോലെ എഴുതുക. ഉദാഹരണത്തിന് ഹീസ് എ ടീച്ചർ, അതിലെ ഈസ് എടുത്ത് ആദ്യം എഴുതി കഴിഞ്ഞിട്ട് ബാക്കി അതുപോലെ എഴുതുക. ഈസ് ഹി എ ടീച്ചർ, അവൻ ടീച്ചറാണോ?
ഷീ ഈസ് എ ടീച്ചർ, അവൾ ടീച്ചറാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ അതിൽ ഷീ ഈസ് എ ടീച്ചറിൽ ഓക്സിലറി വേർബ് ആരാണ്? ഈസ് ആണ്. നമ്മൾ അതെടുത്ത് ആദ്യം എഴുതിയിട്ട് ബാക്കി അതുപോലെ എഴുതി. ഈസ് ഷീ എ ടീച്ചർ, അവൾ ടീച്ചറാണോ. നമ്മൾ ഒരു സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ആക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിലെ ഓക്സിലറി വേർബ് എടുത്തിട്ട് പുറത്തേക്ക് ഇടും, എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അവൻ ടീച്ചറാണോ എന്ന് ചോദിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഹീ ഈസ് എ ടീച്ചറിലെ ഈസ് എടുത്ത് പുറത്തിടും. അതുപോലെ ഷീ ഈസ് എ ടീച്ചറിലെ ഈസ് എടുത്തിട്ട് ഈസ് ഷീ എ ടീച്ചർ എന്ന് പറയും. കൂടുതൽ വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. യു ആർ എ ഡോക്ടർ എന്ന് പറഞ്ഞിരുന്നു അല്ലേ. യു ആർ എ ഡോക്ടർ എന്ന് പറയുമ്പോൾ യുവിൻ്റെ കൂടെ ആറാണ് വരും. അപ്പോൾ യു ആർ എ ഡോക്ടർ. നമുക്ക് തിരിച്ചു ചോദിക്കേണ്ടത് നിങ്ങൾ ഡോക്ടറാണോ എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അതിൽ ഈസ് ആം ആറും ഇല്ല, അതിൽ ഓക്സിലറി ഏതാണ്? ആറാണ്. അപ്പോൾ നമ്മൾ ആറെടുത്ത് പുറത്തിടുക. ആർ യു എ ഡോക്ടർ? ഓക്കെ, നിങ്ങൾ ഡോക്ടറാണോ. നമ്മൾ ഈസ് യു എ ഡോക്ടർ എന്ന് ചോദിക്കുമോ? ചോദിച്ചാൽ അത് പൊട്ടത്തെറ്റാണ്. പിന്നെ എന്താണ് ആം യു എ ഡോക്ടർ എന്ന് ചോദിക്കുമോ? ചോദിച്ചത് പൊട്ടത്തെറ്റാണ്. നമ്മൾ എന്തേ ചോദിക്കത്തുള്ളൂ? ആർ യു എ ഡോക്ടറിനെ ചോദിക്കൂ. ഇത് ഞാൻ എൻ്റെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് 3ാം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അല്ലാത്തവർക്കൊക്കെ ഇത് അറിയായിരിക്കും. ആർ യു എ അവർക്ക് അറിയില്ല, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ പോയിട്ടുള്ളത്. അപ്പോൾ ആർ യു എ ഡോക്ടർ എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ മനസ്സിലാക്കിയല്ലോ. നമ്മൾ ആദ്യം